ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പോട്ട് മിക്സിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച്. അപ്പം ഇന്ന് അതിലേക്ക് പുതിയൊരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതെന്താണെന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പം മണ്ണ്, കൊക്കോപിറ്റ്, വിവിധതരം പിണ്ണാക്കുകൾ, മൈക്രോ ന്യൂട്രിയൻറ്റ്, റോക്ക് ഫോസ്ഫറസ്, സാഫ്, ഹ്യൂമിക് ആസിഡ്, ഇതൊക്കെയായിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത്. അപ്പോൾ പുതിയതായിട്ട് ആഡ് ചെയ്തിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഉമി കരിച്ചതാണ് കേട്ടോ. നമ്മുടെ റോസുകൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്, മണൽ പോലെ തന്നെ. അപ്പം തെറ്റിദ്ധരിക്കരുത്, ഉമി കരിച്ചതാണ് കേട്ടോ, ഒരിക്കലും ചാരവാക്കിയതല്ല, കംപ്ലീറ്റ്ലി ചാരവല്ല ഇത്, ഉമി കരിച്ചതാണ്. എന്തിനാണ് ഇത് നമ്മൾ റോസിന് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോസിന് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടോ അതുപോലെ തന്നെ ഡ്രെയിനേജ് സിസ്റ്റം കറക്റ്റ് ആയിരിക്കണം. അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നന്നായിട്ട് ഡ്രെയിൻ ആയി പോകാനായിട്ടും വേര് ചെയ്യാതിരിക്കാനും ഇത് ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇതിലൂടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല എയർ സർക്കുലേഷൻ കിട്ടും മണ്ണിലേക്ക്, ഓക്സിജന്റെ അളവ് നന്നായിട്ട് വേരിലേക്ക് എത്താനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. പ്രത്യേകിച്ച് മഴക്കാലത്ത് വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ഇത് യൂസ്ഫുൾ ആണ്. ഒരു കാര്യം പറയട്ടെ, ഇതൊരിക്കലും ഒരു വളവായിട്ടല്ല കേട്ടോ നമ്മൾ കൊടുക്കുന്നത്, മണ്ണിനെ ഒന്ന് കണ്ടീഷൻ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ പോട്ട് മിക്സ് എപ്പോഴും റെഡിയാക്കുമ്പോൾ 40% മണ്ണും 30% കോമ്പോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാണകപ്പൊടി, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിണ്ണാക്ക്, ഇതൊക്കെ എടുക്കുമല്ലോ. 20% കൊക്കോപീറ്റും 10% നമ്മൾ ഉമി കരിച്ച് എടുക്കേണ്ടത്. ഇതിനകത്ത് 5% ഉമി കരിച്ചതും അതിനോടൊപ്പം 5% മണലോ അല്ലെങ്കിൽ 10% മണല് അല്ലെങ്കിൽ 10% ഉമി കരിച്ചത് എന്നുള്ള രീതിയിലും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും റോസിന്റെ വേര് ചീയുന്നു എന്നുള്ളൊരു കംപ്ലയിന്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾ എന്നെ പോലെ റോസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പുതിയ ടിപ്സും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ കമന്റ്സിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. പുതിയ റോസ് വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം.